മലപ്പുറം പെരിന്തൽമണ്ണയിലെ ലീഗ് ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ വാദപ്രതിവാദം. ലീഗ് നേതാക്കൾ സംഭവത്തിലെ സത്യം പറയണമെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ശശികുമാർ ആവശ്യപ്പെട്ടു. പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാതെ നജീബ് കാന്തപുരം എംഎൽഎ വിഷയം വഷളാക്കാൻ ശ്രമിച്ചെന്നും ശശികുമാർ പറഞ്ഞു. ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചന പുറത്തുവരണമെന്ന് നജീബ് കാന്തപുരം എംഎൽഎയും ആവശ്യപ്പെട്ടു. പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന അസൌകര്യം കണക്കിലെടുത്ത് പെരിന്തൽമണ്ണയിൽ പ്രഖ്യാപിച്ച ഹർത്താൽ യുഡിഎഫ് പിൻവലിച്ചു. രാത്രിക്ക് രാത്രി തന്നെ 5 പ്രതികളെയും കൃത്യമായി പിടികൂടി പോലീസ് വളരെ ശക്തമായി അക്രമകാരികൾക്കെതിരായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. ഇനിയും പ്രതികളെ പിടികൂടാനുണ്ട്. പോലീസ് ആക്ഷൻ തുടരുകയാണ്. ഇന്നലെ രാത്രി ഈ പ്രതികൾ പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടാകാത്തതിനാലാണ് നമ്മളൊരു ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നത്. ഇന്ന് UDFന്റെ ബഹുമാന്യരായിട്ടുള്ള നിയോജകമണ്ഡല നേതാക്കന്മാരെല്ലാവരും ഒരുമിച്ച് കൂടി ഞങ്ങളൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. സാധാരണക്കാരുടെ പിന്തുണയിലാണ് ഈ ഭരണമാറ്റവും ഈ വിജയവും എല്ലാം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരമൊരു വൈകാരികമായ സമയത്തിലാണ് നമ്മളൊരു ഹർത്താലിനെ കുറിച്ച് ആലോചിച്ചത്. പക്ഷേ പോലീസ് കൃത്യമായി ഇടപെടുകയും പ്രതികൾ പിടികൂടപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ നാട്ടുകാർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിലവിൽ പ്രഖ്യാപിച്ച ഹർത്താൽ കൂടിയാലോചനയിലൂടെ UDFന്റെ നേതാക്കളുടെ എല്ലാവരുടെയും കൂടിയാലോചനയിലൂടെ ഈ ഹർത്താൽ പിൻവലിക്കുന്നതായി അറിയിക്കുകയാണ്. അർച്ചന രവീന്ദ്രനാണ് നമുക്കൊപ്പം ചേരുന്നത്. അർച്ചന, വാദപ്രതിവാദങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. സംഭവത്തിലെ സത്യം എന്തെന്ന് പുറത്തു വരുന്നുണ്ടോ? ഈ സംഭവങ്ങൾക്ക് പിന്നാലെ 2 ഭാഗങ്ങളിൽ നിന്നും 2 വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പറയുന്നത്. അതായത് CPM പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള ലീഗാണ്, അല്ലെങ്കിൽ ലീഗ് പ്രവർത്തകരാണ് തങ്ങളുടെ ഓഫീസ് ആദ്യം അതിക്രമിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് CPM ആരോപിക്കുന്നത്. അതായത് UDFന്റെ നേതൃത്വത്തിൽ ഒരു പ്രകടനം ആ ഭാഗത്ത് ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ലീഗ് പ്രവർത്തകർ തങ്ങളുടെ ഓഫീസ് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന് പിന്നാലെ തങ്ങൾ പ്രകടനം നടത്തിയാണ് അത്തരത്തിൽ ലീഗ് ഓഫീസിനെ ആക്രമിക്കുന്ന അത് അവർ എന്തായാലും സമ്മതിക്കുന്നുണ്ട്. തങ്ങളുടെ പ്രവർത്തകർ തന്നെയാണ് ഈ അവരുടെ ഓഫീസ് തകർത്തതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ കൂടി അങ്ങനെയുള്ളൊരു സാഹചര്യം, അതായത് നേരത്തെ അവരായിരുന്നു, ആദ്യം അവർ തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിൽ നേതൃത്വം കൊടുത്തതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് CPM നേതാക്കൾ ആരോപിക്കുന്നത്. അതേസമയം തന്നെ നജീബ് കാന്തപുരം MLA അടക്കം പ്രധാനമായും തങ്ങളുടെ ഓഫീസ് ആക്രമിക്കുകയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഗൂഢാലോചന നടന്നു. അതായത് ജില്ലാ നേതൃത്വത്തിന്റെ കൃത്യമായ ഒരു ഗൂഢാലോചന നടന്നു. അതിന്റെ ബാക്കി പത്രമായെന്നോളമാണ് ഇത്തരത്തിലൊരു സംഭവം, അല്ലെങ്കിൽ അതിക്രമം തങ്ങളുടെ ഓഫീസിന് മേലെ ഉണ്ടായെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നജീബ് കാന്തപുരം MLAയും ആരോപിക്കും. എന്തായാലും പ്രധാനപ്പെട്ട ഇന്നലെ രാത്രിയോടുകൂടി വലിയൊരു പ്രതിഷേധത്തിനായിരുന്നു ഈ ഒരു പെരിന്തൽമണ്ണ നഗരം സാക്ഷ്യം വഹിച്ചത് എന്നുള്ളതാണ്. അതായത് ഇന്ന് രാവിലെ ഏകദേശം 6 മണിയോടുകൂടി ഹർത്താൽ അടക്കം അവർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പോലീസുമായി ബന്ധപ്പെട്ട്, അതായത് നേരത്തെ പോലീസ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തില്ല, ഈ ഒരു CPM പ്രവർത്തകരായ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്ന് ആവശ്യപ്പെട്ടായിരുന്നു അവർ ഹർത്താലിന് നേതൃത്വം കൊടുത്തത്. എന്നാൽ ഇത്തരത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തതോടുകൂടി ഹർത്താൽ അടക്കം പിൻവലിക്കുന്ന ഒരു സാഹചര്യമായി മാറി. എന്തായാലും വരും ദിവസങ്ങൾ ഇതിനോടകം തന്നെ ഇവരുടെ അറസ്റ്റ് കൂടുതൽ ഉണ്ടായേക്കുമോ ഉള്ള കാര്യത്തിലും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ശരി, അർച്ചന രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.